ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പുതിയ യൂസേജ് പഠിച്ചാലോ? അപ്പം നമ്മൾ പറയാറില്ലേ, അവൻ പോകേണ്ട സമയമായി, അവൻ പഠിക്കേണ്ട സമയമായി, അവൾ കല്യാണം കഴിക്കേണ്ട സമയമായി എന്നൊക്കെ. ഇതൊക്കെ ഇംഗ്ലീഷിൽ നമുക്ക് യൂസ് ചെയ്യാനൊരു സ്ട്രക്ചർ ഉണ്ട്. ഇറ്റ്സ് ഹൈ ടൈം വെച്ചിട്ട് പറയാം. എങ്ങനെയാണ്? ഇറ്റ്സ് ഹൈ ടൈം. ഇതിന് ശേഷം സബ്ജക്റ്റ് വെക്കുക, ദെൻ വേർബിന്റെ സെക്കൻഡ് ഫോം ആണ് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നീ പഠിക്കേണ്ട സമയമായി എങ്ങനെ പറയും? ഇറ്റ്സ് ഹൈ ടൈം യു സ്റ്റഡീഡ്. സ്റ്റഡി അല്ല, സ്റ്റഡീഡ്. ഇറ്റ്സ് ഹൈ ടൈം യു സ്റ്റഡീഡ്. നീ പഠിക്കേണ്ട സമയമായി. അവൾ കല്യാണം കഴിക്കേണ്ട സമയമായി. ഇറ്റ്സ് ഹൈ ടൈം ഷീ ഗോട്ട് മാരീഡ്. ഇറ്റ്സ് ഹൈ ടൈം ഷീ ഗോട്ട് മാരീഡ്. അപ്പൊ നമ്മൾ ഇറ്റ്സ് ഹൈ ടൈം വെച്ചിട്ട് എങ്ങനെ യൂസ് ചെയ്യാന്ന് പഠിച്ചു അല്ലെ? അതിനുശേഷം ഇറ്റ്സ് ഹൈ ടൈമിന് ശേഷം സബ്ജക്റ്റ് വെക്കുന്നു, ദെൻ വേർബിന്റെ സെക്കൻഡ് ഫോം വെച്ചിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഇഷ്ടം പോലെ സെന്റൻസ് ഉണ്ടാക്കാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് യൂസേജ് ആണ് ദ മൊമെന്റ് ഐ സോ. ദ മൊമെന്റ് ഐ സോ എന്ന് പറഞ്ഞാല് ഞാൻ കണ്ട ഉടനെ എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ പറയാറില്ലേ, ഞാൻ അവനെ കണ്ട ഉടനെ ഞാൻ ഓടി എന്നൊക്കെ. ഉടനെ, ഞാൻ അവനെ കണ്ട ഉടനെ എനിക്ക് സന്തോഷമായി. ദ മൊമെന്റ് ഐ സോ ഹിം ഐ ഫെൽറ്റ് ഹാപ്പി. ദ മൊമെന്റ് ഐ സോ ശേഷം ഹിം, അവനെ അല്ലേ, എന്താ ഉണ്ടായേ? എനിക്ക് ഹാപ്പി ആയി. ഐ ഫെൽറ്റ് ഹാപ്പി. ദ മൊമെന്റ് ഐ സോ ഹിം ഐ ഫെൽറ്റ് ഹാപ്പി. ഞാൻ അവനെ കണ്ട ഉടനെ എനിക്ക് ഹാപ്പി ആയി. ദ മൊമെന്റ് ഐ സോ ഹിം ഐ ഫെൽറ്റ് ഹാപ്പി. ആ ന്യൂസ് ഞാൻ കണ്ട ഉടനെ ഞാനത് എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തു. ദ മൊമെന്റ് ഐ സോ ദ ന്യൂസ് ഐ ഷെയർഡ് വിത്ത് മൈ ഫ്രണ്ട്സ്. The moment I saw the news, I shared it with my friends. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു യൂസേജ് ആണ് the moment I saw. നെക്സ്റ്റ് ഒരു യൂസേജ് പഠിച്ചാലോ? I couldn't help. നമ്മൾ എന്തെങ്കിലും ഒരു കോമഡി കേട്ടാൽ നമ്മൾ പറയാറില്ലേ, എനിക്കത് കേട്ടപ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല, ആ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ. ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു സെന്റൻസ് ആണ് I couldn't help. ഐ കുഡന്റ് ഹെൽപ്പിന് ശേഷം നമ്മൾ വേർബിന്റെ ING ഫോം ആണ് വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ? എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡന്റ് ഹെൽപ്പ് ലാഫിങ്. ഐ കുഡന്റ് ഹെൽപ്പ് ലാഫിങ് എന്ന് പറയാം. ഓക്കെ, ഐ കുഡന്റ് ഹെൽപ്പ് ലാഫിങ്. എനിക്ക് അവളെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡന്റ് ഹെൽപ്പ് തിങ്കിങ് അബൌട്ട് ഹർ. ഐ കുഡന്റ് ഹെൽപ്പ് തിങ്കിങ് അബൌട്ട് ഹർ. അപ്പൊ ഇങ്ങനെ ഒരു യൂസേജ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വൺ ആം ഇൻട്രസ്റ്റഡ് ഇൻ എന്നുള്ള യൂസേജ്. ആം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യമുണ്ട് എന്നാണ് അർത്ഥം. ഇതിന് ശേഷം നൗൺ വെക്കാം, അല്ലെങ്കിൽ വേർബിന്റെ ING ഫോം ചേർത്തിട്ട് നമുക്ക് പറയാം. എനിക്ക് മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എങ്ങനെ പറയും? ആം ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്. ആം ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്. അപ്പൊ എനിക്ക് ക്രിക്കറ്റിൽ താല്പര്യം ഉണ്ടെന്നാണെങ്കിലോ? ആം ഇൻട്രസ്റ്റഡ് ഇൻ ക്രിക്കറ്റ്. ആം ഇൻട്രസ്റ്റഡ് ഇൻ ക്രിക്കറ്റ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. I'm interested in learning English. I'm interested in learning English. അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ പഠിച്ചു. ഇത് പ്രാക്ടീസ് ചെയ്യാം. എൻ്റെ ലാസ്റ്റ് വീഡിയോസ് കാണാത്തവരെ കാണാം. If you like this video, please like, share and subscribe my channel. Thanks for watching.